എങ്ങനെ നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് റെജിമെൻ നിങ്ങൾക്ക് ജിമ്മിൽ പോയാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഒരു ഫിറ്റ്നസ് റെജിമെൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ 2 ആസ്പെക്റ്റാണുള്ളത്. നിങ്ങളൊരു ബിഗിനറാണോ അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വാൻസ്ഡ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ അത്ലറ്റാണോ എന്നുള്ളതാണ്. നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏത് വർക്കൗട്ട് പാറ്റേൺ ആയിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമും ടെക്നിക്കും പഠിക്കുക എന്നുള്ളതാണ്. വർക്കൗട്ട് സെലക്ഷൻ രണ്ടാമതാണ്. ഓക്കെ, നിങ്ങൾ ഒരു വർക്കൗട്ട് സെലക്ഷൻ നിങ്ങൾ എടുത്തു എന്നിരുന്നു കഴിഞ്ഞാലും ചെയ്യുന്ന വർക്കൗട്ട്സ് ഒരുപാട് വർക്കൗട്ട്സ് ചെയ്യാതെ പ്രോബ്ലി ഒരു 5-6 സെലക്ഷൻ ഓഫ് വർക്കൗട്ട്സ് എടുക്കുക. അതിൻ്റെ കറക്റ്റ് ഫോമും ടെക്നിക്കും പഠിച്ച് പ്രോഗ്രസ് ചെയ്യുക. നിങ്ങളൊരു അഡ്വാൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ബേസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോമും ടെക്നിക്കും കറക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ, നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ് എൻ അഡ്വാൻസ്ഡ് അത്ലറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വെയ്റ്റ് ലിഫ്റ്റർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബേസ് പ്ലാൻ നിങ്ങളുടെ പ്രോഗ്രഷനിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഫിറ്റ്നസ് റെജിമെൻ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ എക്സാമ്പിളാണ്. ഇതിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു ഫോർമാറ്റ് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫോമും ടെക്നിക്കും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 5 വർക്കൗട്ട്സ് എന്ന് പറയുന്നത് ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ആണ്. അപ്പോൾ ഇത് ഒരു ബേസ് ആക്കുക, ഇതൊരു ഫൗണ്ടേഷൻ ആക്കുക. ഇത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യും, നിങ്ങളുടെ ഫോമും ടെക്നിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ആസ് ആൻ അഡ്വാൻസ്ഡ് വെയ്റ്റ് ലിഫ്റ്റർ അല്ലെങ്കിൽ അത്ലറ്റ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആദ്യം ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വർക്കൗട്ട്സ് ഉണ്ട്. ആദ്യത്തെ വർക്കൗട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പുഷപ്സ് ആണ്. പുഷപ്സ് തീർച്ചയായിട്ടും ഒരു ബേസിക് വർക്കൗട്ടാണ്, ഒരു അഡ്വാൻസ്ഡ് വർക്കൗട്ടാണ്. എന്നാൽ നമുക്ക് അതിൽ പഠിക്കേണ്ട കുറേ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മെഷീൻ വർക്കൗട്ടോ അല്ലെങ്കിൽ ഡംബൽ വർക്കൗട്ടിലൊക്കെ ഒക്കെ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പുഷപ്സ് എങ്ങനെ ചെയ്യണം, കറക്റ്റ് ആം പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മുടെ കാലിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ ഷോൾഡർ എങ്ങനെ പൊസിഷൻ ചെയ്യണം, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം പുഷപ്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആം പ്ലേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡറിനെക്കാട്ടിയും നിങ്ങളുടെ ഷോൾഡർ ലെവലിനെക്കാളും കുറച്ചുകൂടെ വൈഡായിട്ട് ഹോൾഡ് ചെയ്യുക. ഒരുപാട് വൈഡല്ല, ഒരുപാട് ക്ലോസും അല്ല, നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ ആ ഷോൾഡർ ലെവലിനെക്കാളും കുറച്ചുകൂടെ വൈഡായിട്ട് ഹോൾഡ് ചെയ്യുക. സിമ്പിളാണ്. എന്നിട്ട് നിങ്ങളുടെ ഷോൾഡേഴ്സിനെ ബാക്കിലേക്ക് ട്രാക്ഷൻ ചെയ്യുക. ഇത് നിങ്ങൾ എൽബോ അല്ല സ്ക്വീസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഷോൾഡറിനെയാണ് സ്ക്വീസ് ചെയ്യുന്നത്. ഷോൾഡർ ലെവലിനെ ബാക്കിലേക്ക് സ്ക്വീസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ, നിങ്ങളുടെ കൈയിനെയും കൂടെ ചെറുതായിട്ട് മൂവ് ചെയ്യുക. ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം എന്നില്ല, പാംസ് സ്ലൈറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങളുടെ ഈ ഒരു സ്ട്രക്ചറിൽ വരും, നിങ്ങളുടെ ഫിംഗേഴ്സിൽ വരും, നിങ്ങളുടെ ഈ പാംസിൽ കംപ്ലീറ്റ് വരും. നിങ്ങളുടെ ഫിസ്റ്റിൽ മാത്രമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാമിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല വെയിറ്റ് വരുന്നത്. അപ്പോൾ വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് ഫിംഗേഴ്സ് ഇങ്ങനെ വയ്ക്കണം എന്നില്ല. കണ്ടോ, ഈ ഒരു ഫോർമാറ്റിൽ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നേരെ പ്ലാങ്ക് പൊസിഷനിലേക്ക് പോവുക. കണ്ടോ, ഷോൾഡർ എൽബോ ഡിഫ്ലക്റ്റഡ് അല്ല, ഷോൾഡർ ട്രാക്റ്റഡ് ആണ്. കണ്ടോ, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്. ഇങ്ങനെ ഒന്നും പുഷപ്സ് ചെയ്ത് കളയരുത്. കറക്റ്റായിട്ട് ഫോമും ടെക്നിക്കും ഞാൻ പറഞ്ഞ പോലെ ആദ്യം മനസ്സിലാക്കുക. ഷോൾഡറിനെ ട്രാക്റ്റ് ചെയ്യുക, പാംസും ഫിംഗേഴ്സും സ്ട്രോങ് ആയിട്ട് ഗ്രൗണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ബോഡി വെയിറ്റ് കയ്യിലേക്ക് കൊടുക്കുക. സ്ലോലി ഡൗൺ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കാലിൻ്റെ പ്ലേസ്മെൻറ്റാണ്. ഒരുപാട് വൈഡായിട്ട് വയ്ക്കരുത്, ഒരുപാട് നാരോ ആയിട്ടും വയ്ക്കരുത്. നിങ്ങളുടെ ഷോൾഡറിനെക്കാളും കുറച്ചുകൂടെ അകത്തേക്ക് വയ്ക്കുക. കണ്ടോ, നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തുമല്ല, നിങ്ങളുടെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹിപ്പിൻ്റെ വിഡ്ത്താണ്. കണ്ടോ, നിങ്ങളുടെ ഹിപ്പിൻ്റെ വിഡ്ത്തിൽ കാലിനെ സ്ട്രോങ് ആയിട്ട് പൊസിഷൻ ചെയ്യുക. ചെസ്റ്റ് അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹിപ്പ് താന്നു പോരുത്. ഹിപ്പും ഷോൾഡറും ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കണം. അപ്പോൾ പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈയിൻ്റെ ട്രാൻസിഷൻ, നമ്മളുടെ ഷോൾഡറിൻ്റെ ട്രാൻസിഷൻ, നമ്മുടെ കാലിൻ്റെ പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പുഷപ്സ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എക്സാക്റ്റ് വേ ഓഫ് ഡൂയിങ് പുഷപ്സ്.
അല്ലാതെ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കൈ വേറെ വേറെ ഡിഫറെൻറ്റ് പൊസിഷനിൽ വയ്ക്കുന്നതല്ല അർത്ഥം. ഈ ഒരു ഫോമും ടെക്നിക്കും നിങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എക്സാക്ട്ലി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കാരണം മനസ്സിലാവും. ഇത് അത്ര ഈസി അല്ല. ഈ പറയുന്ന പൊസിഷനിങ് അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പുഷപ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രോബ്ലി ഒരു 10 പുഷപ്സ് അല്ലെങ്കിൽ 15 പുഷപ്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫാസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞ പോലെ ആ ടെമ്പോ കറക്റ്റായിട്ട് ചെയ്യുക. അത് താഴേക്ക് പോകുമ്പോൾ 1 2 3 4 ആൻഡ് അപ്പ്, 1 2 3 4 ആൻഡ് അപ്പ്. ആ ഒരു ടെമ്പോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുഷപ്സ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും എഫക്റ്റീവായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ട്, ഫ്രീ ബോഡി സ്ക്വാട്ട്. നമ്മൾ സ്ക്വാട്ടിങ് എന്ന് പറയുന്ന എക്സസൈസ് പലതിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ബാർബിൾ സ്ക്വാട്ടിൽ യൂസ് ചെയ്യും, ഡംബൽ സ്ക്വാട്ടിൽ യൂസ് ചെയ്യും, ലെഗ് പ്രസ്സിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം ഒരു ബേസിക് സ്ക്വാട്ടിങ് മൂവ്മെൻ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ മുമ്പേ നമ്മൾ ഫ്രീ ബോഡിയിൽ എങ്ങനെ സ്ക്വാട്ട് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. സ്ക്വാട്ട് പലരും കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്. അപ്പോൾ സ്ക്വാട്ട് എങ്ങനെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം, കാലിൻ്റെ പൊസിഷനിങ് എങ്ങനെ, നമ്മുടെ പാദത്തിൻ്റെ പൊസിഷനിങ് എങ്ങനെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം സ്ക്വാട്ട് ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെ റേഞ്ച് ഓഫ് മോഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഒരുപാട് താഴെ പോയി സ്ക്വാട്ട് ചെയ്ത് തിരിച്ച് വരാൻ പറ്റും. ചിലർക്ക് അവരുടെ ഹിപ്പ് മൊബിലിറ്റിയുടെ പ്രശ്നം കാരണം വളരെ ലിമിറ്റഡ് റേഞ്ചിലെ താഴേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡറിനെക്കാട്ടിയും കുറച്ചുകൂടെ വൈഡായിട്ട് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നിന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോ സ്ട്രെയിറ്റ് അല്ല, നിങ്ങളുടെ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് എന്താണോ ആ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ടോ നിങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പാദത്തിൻ്റെ അടിയിൽ ഉള്ള 3 പോയിൻറ്റ്സ്, അതിനെ നമ്മൾ ട്രൈപോഡ് പോയിൻറ്റ്സ് എന്ന് പറയും. അതായത് ഇതാണ് നിങ്ങളുടെ പാദം എന്ന് വിചാരിക്കുക. പാദത്തിൻ്റെ അടിയിൽ ഉള്ളത് ഒന്ന് നിങ്ങളുടെ ചെറിയ ഫിംഗറിൻ്റെ ആ ഒരു പൊസിഷൻ, നിങ്ങളുടെ ബിഗ് ടോയിൻ്റെ അടിയിൽ വരുന്ന ആ പൊസിഷൻ, പിന്നെ നിങ്ങളുടെ ഹീൽസ്, നിങ്ങളുടെ ടോയിൻ്റെ അടിയിൽ വരുന്ന, നിങ്ങളുടെ ഹീലിൻ്റെ അടിയിൽ വരുന്ന ആ പോയിൻ്റ്. ഈ 3 പോയിൻറ്റ്സും നിങ്ങൾ തറയായിട്ട് മാക്സിമം സിമെൻറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ എത്ര സ്ക്വാട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇത്രയും വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും, തിരിച്ച് അതേപോലെ പൊങ്ങി വരാനായിട്ട് പറ്റും. ഇപ്പോൾ പക്ഷേ ചിലരുടെ റേഞ്ച് വ്യത്യാസമായിരിക്കും. ചിലർക്ക് കാലിന് അത്രയും ബലം ഉണ്ടാവില്ല, അവരുടെ ഹിപ്പ് സ്റ്റിഫായിരിക്കും. അതുകൊണ്ട് ചിലർക്ക് ഇത്രയേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റേഞ്ച് ഓഫ് മോഷനിൽ നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യേണ്ട, ഈ പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾ ഡെപ്തിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പിനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോകുക എന്നുള്ളതാണ്. ഹിപ്പ് ഒരിക്കലും മുട്ടിങ്ങനെ ക്ലോസ് ആവുകയോ നാരോ ആവുകയോ ഫ്രണ്ടിലോട്ട് വരികയോ ചെയ്യരുത്. നിങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ട്രൈപോഡ് പോയിൻറ്റിനെ മാക്സിമം തറയുമായിട്ട് പ്ലേസ് ചെയ്യുക, അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ഹിപ്പിനെ കണ്ടോ, നിങ്ങളുടെ പാദം ഒരിക്കലും തറയുന്ന ഇങ്ങനെ ഇളവാതെ ശ്രദ്ധിക്കുക. പറഞ്ഞ പോലെ മാക്സിമം സിമെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, ഹിപ്പിനെ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോവുക, ഇതിനെ ക്ലോസ് ചെയ്യരുത്, ഹിപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ മേളിലേക്ക് പുഷ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഷോൾഡറിനെക്കാട്ടിയും കുറച്ചുകൂടെ വൈഡായിട്ട് വയ്ക്കുക. നിങ്ങളുടെ കാലിൻ്റെ പാദം എന്ന് പറയുന്നത് നിങ്ങളുടെ മുട്ടുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. ഒരുപാട് വീയും വയ്ക്കരുത്, ഒരുപാട് നാരോ വയ്ക്കരുത്. കണ്ടോ, ഈ ഒരു അലൈൻമെൻറ്റ് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ട്രൈപോഡ് പോയിൻ്റ് എന്ന് ഞാൻ പറഞ്ഞ ആ പോയിൻറ്റ്സ് നിങ്ങളുടെ ആ നിൽക്കുന്ന തറയുമായിട്ട് മാക്സിമം പ്ലാന്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഹിപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ താഴേക്ക് പോവുക. ഹിപ്പ് ക്ലോസ് ആവുകയോ നേരെ മുമ്പോട്ട് പോവുകയോ ചെയ്യരുത്. ഹിപ്പ് ബാക്കിലോട്ട് പുഷ് ചെയ്ത് നിങ്ങളുടെ ഹിപ്പിനെ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോവുക, മുമ്പോട്ട് വരിക. അപ്പോൾ ഇപ്പോൾ സ്ക്വാട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങളൊരു അഡ്വാൻസിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഡംബലോ ലെഗ് പ്രസ്സോ ബാർബിൾ സ്ക്വാട്ടോ എന്നൊക്കെ ഉള്ള വർക്കൗട്ട്സിലേക്ക് നിങ്ങൾ പോകാനുണ്ട്. ഇത് വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുഷപ്സ് പഠിച്ചു, സ്ക്വാട്ട് പഠിച്ചു. ഇനി നിങ്ങൾ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ഒരു അഡ്വാൻസിലേക്ക് പോകുകയാണെങ്കിൽ പോലും ഞാൻ ഈ അഡ്വാൻസ് എന്ന് എടുത്തിട്ട് പറയുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ
ആസ് എ ബിഗിനറാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാറ്റ്സ് പുൾ ഡൗൺ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നമ്മളുടെ ബാക്ക് മസിൽസിന് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെഡ് ലിഫ്റ്റ്സ് എന്നൊക്കെ പറയാം. പക്ഷേ ഡെഡ് ലിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ ശരിക്കും അറിയണം. നിങ്ങളുടെ അതിൻ്റെ ഫോമും ടെക്നിക്കും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡെഡ് ലിഫ്റ്റ് പോലത്തെ വർക്കൗട്ട്സിലേക്ക് പോകാൻ. കാരണം ഡെഡ് ലിഫ്റ്റ് പലപ്പോഴും ഓവർ ഹൈഡ് ആയിട്ടുള്ളൊരു വർക്കൗട്ടും കൂടെയാണ്. ഡെഡ് ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആവുമോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു വർക്കൗട്ടും പോലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫോമും ടെക്നിക്കും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതേപോലത്തെ വർക്കൗട്ട്സിലേക്ക് പോവുക. അതിന് മുമ്പ് നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട് ബേസിക്കായിട്ട് ചെയ്തിരിക്കേണ്ട. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ ചെയ്ത പുഷപ്സ്, സ്ക്വാട്ട്. ഇനി നമുക്ക് എല്ലാ ജിമ്മിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെഷീനാണ് ലാറ്റ്സ് പുൾ ഡൗൺ എന്ന് പറയുന്ന മെഷീൻ. ലാറ്റ്സ് പുൾ ഡൗണിലേക്ക് നമുക്ക് പോവാം. തേർഡ് വർക്കൗട്ടായ ലാറ്റ്സ് പുൾ ഡൗൺ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുള്ളപ്സ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചിന്നപ്പ് എന്ന് പറയുന്ന വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്കൗട്ടുണ്ട്. ആസ് എൻ അഡ്വാൻസ്ഡ് അത്ലറ്റ് അല്ലെങ്കിൽ ഒരു ജിം ഗോവർ എന്നുള്ള നിലയ്ക്ക് പോലും പലർക്കും പുള്ളപ്സോ ചിന്നപ്സോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല ബേസിക് കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാറ്റ്സ് പുൾ ഡൗൺ എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് മസിൽ കണക്ഷനിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ലാറ്റ്സ് പുൾ ഡൗൺ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒരു ചിന്നപ്പ് അഥവാ പുള്ളപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്കൗട്ടാണ് ലാറ്റ്സ് പുൾ ഡൗൺ എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് നിങ്ങൾക്ക് പല രീതിയിലും പിടിക്കാം. അതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഓരോരുത്തരുടെയും ഷോൾഡർ വിഡ്ത്ത് അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് നാരോ ഗ്രിപ്പ് എടുക്കാം, അല്ലെങ്കിൽ തം ഡിസ്റ്റൻസ് എടുത്ത് നിങ്ങൾക്ക് വൈഡായിട്ട് പിടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ റിവേഴ്സ് ഗ്രിപ്പ് പിടിക്കാം. ഗ്രിപ്പ് ഏതായിരുന്നു കഴിഞ്ഞാലും ഇതിൻ്റെ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഗ്രിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് വൈഡും അല്ല ഒരുപാട് നാരോ അല്ല, ഒരു മിനിമൽ ഗ്രിപ്പാണ്. ഈ ഗ്രിപ്പ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഗ്രിപ്പ് ഹോൾഡ് ചെയ്തതിന് ശേഷം നോക്കുക, എപ്പോഴും ഗ്രിപ്പ് ടൈറ്റായിട്ട് തന്നെ പിടിക്കുക, ഇരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ആംസ് കംപ്ലീറ്റ്ലി സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു ഫോമിലാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷോൾഡറിനെ ട്രാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇത് നിങ്ങൾ കൈയല്ല വലിക്കുന്നത്, നിങ്ങളുടെ ഷോൾഡറിനെയാണ് ട്രാക്ഷൻ ചെയ്യുന്നത്. ആ ട്രാക്ഷൻ ചെയ്തിട്ട് അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അവിടെ നിന്ന് നിങ്ങൾ നേരെ നിങ്ങളുടെ ചിന്നിൻ്റെ താഴോട്ട് പുള്ളി ചെയ്യുക. ശ്രദ്ധിക്കുക, കൈ കൊണ്ട് വലിക്കരുത്. നിങ്ങളുടെ ലാറ്റ്സ് മസിൽ അഥവാ നിങ്ങളുടെ ബാക്ക് മസിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ താഴേക്ക് പുള്ളി ചെയ്യേണ്ടത്. കണ്ടോ, പുള്ളി ചെയ്യുക. എപ്പോഴും എല്ലാ വർക്കൗട്ടിലും ഞാൻ പറയുന്ന പോലെ ഇതിൻ്റെ ടെമ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പുള്ളി ചെയ്യരുത്. ആ മസിൽ മാത്രം ഫോക്കസ് ചെയ്ത് സ്ലോലി 1 2 3 1 2 3. നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാലും ആ ഒരു ടെമ്പോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ താഴോട്ട് പുള്ളി ചെയ്യുക, അപ്പ്. കണ്ടോ, ട്രാക്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ട്രാക്ഷൻ വിട്ടിട്ടില്ല. മുകളിലോട്ട് പോകുമ്പോൾ ആ ട്രാക്ഷൻ തന്നെ ഞാൻ ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പുള്ളി ചെയ്യുക, സ്ലോലി അപ്പ്, പുള്ളി ചെയ്യുക, സ്ലോലി അപ്പ്. ഇത് നിങ്ങളൊരു റിവേഴ്സ് ഗ്രിപ്പിലാണ് ചെയ്യുന്നതെങ്കിലോ, കണ്ടോ, റിവേഴ്സ് ഗ്രിപ്പ് എടുത്തു. ഇതിലും നിങ്ങൾ പറഞ്ഞ പോലെ ട്രാക്ഷൻ, കണ്ടോ, ഷോൾഡർ ട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ബേസിക് പ്രിൻസിപ്പിൾ എല്ലാത്തിലും സെയിം തന്നെയാണ്. ട്രാക്ഷൻ ഹോൾഡ് ചെയ്യുക, ലാറ്റ്സ് മസിൽ ഫോക്കസ് ചെയ്യുക, ചിന്നിൻ്റെ താഴേക്ക് പുള്ളി ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. കണ്ടോ, ആ ട്രാക്ഷൻ വിടുന്നില്ല. നിങ്ങൾ ആ ട്രാക്ഷൻ ഹോൾഡ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ ലാറ്റ്സിനെ മാത്രമാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഷോൾഡറിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നില്ല. ഇതിപ്പോൾ സ്ട്രെച്ച്ഡ് പൊസിഷനാണ്. ട്രാക്ഷൻ ആൻഡ് പുൾ. ആ ട്രാക്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ട്രാക്ഷൻ ലീവ് ചെയ്തിട്ടില്ല. കണ്ടോ, ട്രാക്ഷൻ ഹോൾഡ് ചെയ്തിട്ടാണ്. ലാറ്റ്സ് മാത്രമാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നത്, ഷോൾഡറിനല്ല. അപ്പോൾ ലാറ്റ്സ് പുൾ ഡൗണിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് നിങ്ങൾ കണ്ടു. അതിൻ്റെ ഗ്രിപ്പിൻ്റെ ഡിഫറൻസ് മാറിയാലും ബേസിക് കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത വർക്കൗട്ടിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാം. അടുത്ത വർക്കൗട്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രോബ്ലി നിങ്ങൾക്ക് ചിന്നപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളപ്സ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു വർക്കൗട്ട് ഇംപ്രൊവൈസ് ചെയ്യാം. നാലാമത്തെ വർക്കൗട്ട് ബൈസെപ്പ് കേൾസ് ആണ്. ബൈസെപ്പ് കേൾസ് ബേസിക്കായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആണോ ബിഗിനർ ആണോ എന്നുള്ളതൊന്നുമല്ല.
എല്ലാവരും ചെയ്യുന്ന വർക്കൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്കൗട്ട് ടെക്നിക്കും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വർക്കൗട്ടും കൂടെയാണ്. അപ്പോൾ ബൈസെപ്പ് കേൾസ് നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടുണ്ട്, ഡംബൽ ബൈസെപ്പ് കേൾസ്. അപ്പോൾ ഇതിൻ്റെ ആം പൊസിഷനിങ് എങ്ങനെയെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്ത് ഷോൾഡറിനൊന്ന് ബാക്കിലോട്ട് ടൈറ്റ് ചെയ്തൊന്നും വയ്ക്കേണ്ട. നിങ്ങൾ ഷോൾഡറിൻ്റെ പൊസിഷൻ റിലാക്സ് ആക്കി ഹോൾഡ് ചെയ്യുക, ചെസ്റ്റ് അപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ പാംസിനെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് തിരിച്ചു പിടിക്കുക. കൈ ബാക്കിലോട്ടല്ല, കൈ കുറച്ച് നിങ്ങളുടെ എൽബോ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഹോൾഡ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബൈസെപ്സിൽ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ബിൽഡ് ചെയ്യും. ആ ടെൻഷൻ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് കേൾ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ? ബൈസെപ്പ് കേൾസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എടുക്കുന്ന വെയിറ്റ് അല്ല, ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് മൂവ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മസിൽ ടെൻഷൻ കൂടും, മസിലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കൂടും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മസിൽ ഗ്രോത്തും ഫാസ്റ്റ് ആവും. റിസ്റ്റിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക, താഴോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്യരുത്. നിങ്ങളുടെ റിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോർ ആംസുമായിട്ട് അലൈൻഡ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. കണ്ടോ? അത് ശ്രദ്ധിക്കുക. സ്ലോലി ഡൗൺ, അപ്പ്, സ്ലോലി ഡൗൺ. ഇത് ഫുള്ള് റിലാക്സ്ഡ് ആവരുത്, ചെറിയൊരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ കണ്ടോ ഇങ്ങനെ ആയിപ്പോരുത്, ഈ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കേൾ ആ ഒരു ടെമ്പോ എപ്പോഴും പറയുന്നത് 1 2 3 1 2 3 ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ബൈസെപ്പ് കേൾസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ബേസിക്സ് എന്താണ്, എങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ നിങ്ങളുടെ എൽബോ പ്ലേസ് ചെയ്യണം, നിങ്ങളുടെ റിസ്റ്റ് പ്ലേസ് ചെയ്യണം, നിങ്ങളുടെ ഫോർ ആംസും റിസ്റ്റും തമ്മിൽ എങ്ങനെ പ്ലേസ് ചെയ്യണം, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഷോൾഡർ പ്രസ്സാണ്. 5ാമത്തെ വർക്കൗട്ടാണ്. ഇതും കൂടെ നിങ്ങൾ കണ്ടിരിക്കുക, ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കുക. ഈ ചെയ്യുന്ന 5 വർക്കൗട്ടും നിങ്ങളുടെ ബേസിക് ഫൗണ്ടേഷൻ വർക്കൗട്ടായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2 വീക്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 to 4 ഡേയ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഇതിൻ്റെ ഫോമും ടെക്നിക്കും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത വർക്കൗട്ട് റൂട്ടീൻ എന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പറഞ്ഞതുപോലെ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ 4-5 വർക്കൗട്ട് ആസ് എ ബിഗിനർ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം ടെക്നിക്ക് പഠിക്കുക, എന്നിട്ട് പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ 5ാമത്തെ ലാസ്റ്റ് വർക്കൗട്ടുമായ സ്റ്റാൻഡിങ് ഷോൾഡർ പ്രസ്സാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് സീറ്റഡ് വേർഷനും ചെയ്യാം. എന്തുകൊണ്ട് സ്റ്റാൻഡിങ് വേർഷൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ ഓവറോൾ സ്ട്രെങ്ത്, നിങ്ങളുടെ കോർ സ്ട്രെങ്തും ബോഡി ബാലൻസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻ ടേൺ നിങ്ങളുടെ ബാക്കി വർക്കൗട്ട്സിലും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷോൾഡർ പ്രസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഷോൾഡർ പ്രസ്സാണ്. നിങ്ങളുടെ എൽബോ നോക്കുക, നിങ്ങളുടെ ഷോൾഡറിനെ കാട്ടിയും കുറച്ചുകൂടെ താഴെ അല്ലെങ്കിൽ ഷോൾഡറിന് പാരലായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ബേസിക്കലി എല്ലാവർക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിന്ന് നിങ്ങൾ നേരെ തലയുടെ മുകളിലോട്ട് പ്രസ് ചെയ്യുക, സ്ലോലി ഡൗൺ. കണ്ടോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഗ്രിപ്പ് ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കുക. ഗ്രിപ്പ് ഇങ്ങനെയൊന്നും ആയിപ്പോരുത്, സ്ട്രോങ് ആയിട്ട് തന്നെ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫിസ്റ്റും നിങ്ങളുടെ ഫോർ ആംസും ഒരേ ലൈൻ ഓഫ് ആക്ഷനിലായിരിക്കണം എന്നുള്ളതാണ്. കണ്ടോ? ഹോൾഡ് ചെയ്യുക, പ്രസ്, സ്ലോലി ഡൗൺ. 1 2 3 1 2 3 ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഈ പ്രസ്സിങ് മൂവ്മെൻറ്റ് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കണ്ട എല്ലാ വർക്കൗട്ട്സും, ഈ ചെയ്ത 5 വർക്കൗട്ട്സും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ, ഒരു വർക്കൗട്ട് അജണ്ട എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് എത്ര സെറ്റ് എത്ര റെപ്പ് എന്നുള്ളത് നിങ്ങൾ ആസ് എ ബിഗിനർ, നിങ്ങളൊരു ന്യൂബിയാണ്, ജിമ്മിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രോബ്ലി ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2-3 ദിവസം ഒരു സെറ്റ് ചെയ്യുക. റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രോബ്ലി ഒരു 10 to 12 റെപ്പറ്റീഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. വെയിറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട, പറഞ്ഞ പോലെ എപ്പോഴും ഫോമും ടെക്നിക്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് പ്രോബ്ലി നിങ്ങൾക്ക് ഈ 1 സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് 2 സെറ്റ്സ് ആക്കാം. അത് കഴിഞ്ഞിട്ട് 2 സെറ്റ്സ് എന്നുള്ളത് 3 സെറ്റ്സ് ആക്കാം. അത് കംഫർട്ടബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു സ്ട്രക്ചർ മാറ്റി നിങ്ങൾക്ക് പുതിയൊരു വർക്കൗട്ട് റുട്ടീൻ അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾ കണ്ട ഈ എപ്പിസോഡ് വഴി നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളൊരു ജിമ്മിൽ പോയാൽ എന്ത് വർക്കൗട്ട് ചെയ്യണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം.
അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ